ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമായിട്ടുള്ള ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകളിലെ ചോദ്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആകെ ഇപ്പോൾ 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത വീഡിയോസ് എല്ലാതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 6ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. 6ാമത്തെ അധ്യായത്തിലെ പേജ് നമ്പർ 98 നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്, ചുവടെ പറയുന്നവ കണ്ടുപിടിക്കുക. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? 4 - 9. 4 - 9 പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുക അല്ലേ? 4ൽ നിന്ന് 9 പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് മൈനസ് ചിഹ്നം ഇടുക. ചെറുതിൽ നിന്ന് വലുത് കുറച്ച് മൈനസ് ചിഹ്നം ഇടുകയാണ് വേണ്ടത്. അപ്പോൾ 9ൽ നിന്ന് 4 പോയ എത്രയാണ്? 9 4 പോയാൽ 5. അപ്പോൾ നമ്മൾ മൈനസ് ഇടുക. ശേഷം 9 - 4, 9ൽ നിന്ന് 4 കുറയ്ക്കുക. 9 4 കുറച്ചാൽ 5, മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ അതിൻ്റെ ഉത്തരം -5. ഇനി 5 - 10 ആകുമ്പോഴോ മൈനസ് ഓഫ് 10 - 5. 10 - 5 പോയ 5, -5. മൂന്നാമത്തത് കിട്ടി. ഇനി നമുക്ക് ഇവിടെ രണ്ടാമത് ചെയ്യാണ്ട് 14 - 29. മൈനസ് ഓഫ് 29 - 14 സമം 29 നിന്ന് 14 പോയി കഴിഞ്ഞാൽ 15. അപ്പം -15. അത് ചെയ്തു. ഇനി നാലാമത്തത് 25 - 65. 25 നിന്ന് മൈനസ് ഓഫ് 65 - 25. 65 നിന്ന് 25 പോയി കഴിഞ്ഞാൽ ബാക്കി 40. അപ്പം മൈനസ് ഓഫ് 40 ആണ് നാലാമത്തെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമുക്ക് എഴുതാം മൈനസ് ഈക്വൽ ടു മൈനസ് ഓഫ് 40. ഇനി അഞ്ചാമത്തെ ചോദ്യം 1/2 - 3/4. 1/2 - 3/4 ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മൈനസ് ഓഫ് 3/4 മൈനസ് 1/2 അല്ലേ? ഇനി അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് എഴുതാം. ഇത് ഇത്ര ഇവിടെ എഴുതുന്നുണ്ട്. മൈനസ് ഓഫ് 3/4 മൈനസ് 1/2 ഈക്വൽ. ഇതിൻ്റെ അർത്ഥം എന്താ? 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലിൽ നിന്ന് എത്ര കുറയ്ക്കുക? അര കുറയ്ക്കുക. മുക്കാലിൽ നിന്ന് അര കുറയ എത്ര? ബാക്കി 1/4. അപ്പോൾ -1/4 എന്ന് കിട്ടും. ഇനി അവസാന ചോദ്യം നോക്കാം. അവസാന ചോദ്യം എന്താണ് പറയുന്നത്? അവസാനത്തെ ചോദ്യം 1/3 മൈനസ് 1/2. അപ്പോൾ നമ്മൾ 1/3 മൈനസ് 1/2 ആകുമ്പോൾ 1/2 മൈനസ് 1/3 മൈനസ് ഇടുക ഈക്വൽ ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 3, 1 × 2 2, മൈനസ് 2 × 3 6. ബ്രാക്കറ്റ് ഇട്ട് മൈനസ് 3 2 പോയി കഴിഞ്ഞാൽ 1/6 മൈനസ് 1/6 ആയിരിക്കും എത്രാമത്തെ ഉത്തരം? 6ാമത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിതിന് കോമൺ ആയിട്ട് പറയുന്ന ഒരു ഇക്വേഷനാണ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ഓഫ് വൈ മൈനസ് എക്സ്. എന്താണ് ഇക്വേഷൻ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ഓഫ് വൈ മൈനസ് എക്സ്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ഓഫ് വൈ മൈനസ് എക്സ്. എന്താണ്? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് മൈനസ് ചിഹ്നം ഇടുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. എത്രാമത്തെ പേജിലാണ്? പേജ് നമ്പർ 98 ചോദ്യം. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 98 ചോദ്യങ്ങളാണ് ഇപ്പോൾ ചെയ്തത്. അടുത്തത് പേജ് നമ്പർ 99 ചോദ്യം വായിക്കാം. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്, ചുവടെ പറയുന്നവ കണ്ടുപിടിക്കുക. മൊത്തം 6 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ആ 6 ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം? താഴെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് വീതം ചെയ്തു പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം -4 + 9. അപ്പോൾ ഇങ്ങനെ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ മൈനസ് എക്സ്. അതായത് നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സംഖ്യക്ക് -4 +
9 -4 + 9 ആണെങ്കിൽ ഈ രണ്ടാമത്തെ നമ്പർ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എന്താ പറഞ്ഞത്? -x, അതായത് -4 + 9 ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ എന്ത് ചെയ്യുക? സബ്സ്ട്രാക്റ്റ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ ചോദ്യം വീതം ചെയ്തു പോവാം. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടി വരിക? 9 - 4. 9 - 4 എത്രയാണ്? 9 - 4 5. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ -9 + 4. -9 + 4 ആകുമ്പോൾ ഇതിലേതാണ് വലുത്? 4. അപ്പോൾ 4 - 9. 4ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ എത്ര? 4ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ -5. ഇനി മൂന്നാമത്തെ ചോദ്യം -15 + 8. വലുത് ഏതാണ്? 8. 8 - 15 സമം ചെറുതെന്ന് കുറയ്ക്കുമ്പോൾ മൈനസ് ഇടാൻ മറക്കരുത്. -7. ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ -8 + 15. 15 - 8. 15ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ 7. ഇനി -1/2 + 1/3. അരയാണോ മുക്കാലാണോ വലുത്? മുക്കാൽ. അപ്പോൾ 3/4 - 1/2. മുക്കാലിൽ നിന്ന് അര പോയി കഴിഞ്ഞാൽ ബാക്കി 1/4. ഇനി അടുത്ത ചോദ്യം -3/4 + 1/4. -3/4 + 1/4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1/2 - 3/4. 1/2 - 3/4. എന്താ ചെയ്യേണ്ടത്? അരയിൽ നിന്ന് മുക്കാൽ പോയി കഴിഞ്ഞാൽ എത്രയാണ്? 1/4. അപ്പോൾ 1/4 മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 99 എത്ര ചോദ്യങ്ങൾ ചെയ്തു? 6 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ പേജ് നമ്പർ 98, 99 വരുന്ന ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത പേജ് നമ്പർ 100 വരുന്ന ചോദ്യങ്ങൾ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് എഴുതി തന്നെ പഠിക്കുക. ഇനി അടുത്തത് പേജ് നമ്പർ 100 വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. അതിൽ ഡു ദ കമ്പ്യൂട്ടേഷൻ ബിലോ, ചുവടെ പറയുന്നവ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന 2 ഇക്വേഷൻ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് -x - y ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ കൂട്ടുക. x + y ചെയ്തതിന് ശേഷം മൈനസ് ചിഹ്നം ഇടുക. ഇനി -x + y നേരത്തെ പറഞ്ഞ ഇക്വേഷനാണ് y - x. അത് മറക്കാതിരിക്കുക. ഇനി ഓരോ കണക്കും നമുക്ക് എന്ത് ചെയ്യാം? -3 - 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ 3 + 1 മൈനസ് ഇടുക = 3 + 1 4 -4. ഇനി നമുക്ക് -9 + 4. -9 + 4 ആണെങ്കിൽ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക. 4 - 9 4 - 9 4 - 9 = -5. ചെറുതെന്ന് കുറയ്ക്കുമ്പോൾ മൈനസ് ചിഹ്നം ഇടുക. ഇനി -10 - 4 രണ്ടും തമ്മിൽ കൂട്ടുക. +10 + 4 മൈനസ് ഇടുക. അപ്പോൾ = 10 + 4 14 14 മൈനസ് ഇടുക. ഇനി -7 - 8. അപ്പോൾ മൈനസ് ഇട്ടിട്ട് 7 + 8 = -15. 7 + 8 15 -8. ഇനി -1 - 1 അപ്പോൾ -1 + 1 = 1 + 1 2. അപ്പോൾ -2. ഇനി -10 + 12. അപ്പോൾ -1 + 12 ആവുമ്പോൾ എന്ത് ചെയ്യുക? 20 - 10 ചെയ്യുക. 20ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ 10. ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ഇതെല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 8 - 12. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 8 - 12 നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാറിയാം. എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് മൈനസ് ചിഹ്നം. അപ്പോൾ 12 - 8 -8. അപ്പോൾ 12 8 പോയി കഴിഞ്ഞാൽ 4 -4. ഇനി 1.5 - 7.5. അപ്പോൾ നമ്മൾ 1.5 - 7.5 7.5 - 1.5 7.5 -1.5 പുറത്ത് -8. ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് 7.5 - 1.5
7 1 പോയി കഴിഞ്ഞാൽ 6, അര മൈനസ് അര 0. അപ്പോൾ 7 1 പോയാൽ 6 മൈനസ് 6. ഇനി -25 മൈനസ് 3 3.5. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുക? മൈനസ് ഓഫ് 25 പ്ലസ് -25 പ്ലസ് 3.5 ചെയ്യുക. ഈക്വൽ ടു 25 കൂടെ 3 കൂട്ടിയാൽ 28. ആ അര ഇടുക, ഒപ്പം എന്ത് ചെയ്യുക? മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ 28.5. ഇനി മൈനസ് അര മൈനസ് 1/4. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടും തമ്മിൽ കൂട്ടുക. 1/2 പ്ലസ് 1/4 എന്തിടുക? മൈനസ് ചിഹ്നം ഇടുക. ഈക്വൽ ടു എന്ത് ചെയ്യുക? അരയിൽ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 3/4 3/4 മൈനസ് ചിഹ്നം ഇടുക. ഇനി -2.5 മൈനസ് 1.5. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? -2.5 മൈനസ് 1.5. അപ്പോൾ മൈനസ് ഓഫ് 2.5 പ്ലസ് -2.5 അപ്പോൾ 2 കൂടെ 1 കൂട്ടിയാൽ 3, അരയിൽ കൂടെ അര കൂട്ടിയാൽ 1. അപ്പോൾ 3 കൂടെ 1 കൂട്ടിയാൽ എത്ര? 4 മൈനസ് 4. 2 കൂടെ 1 കൂട്ടിയാൽ 3, അര പ്ലസ് അര 1. അപ്പോൾ 2 പ്ലസ് 1 3. ആ മൈനസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം -3.5 പ്ലസ് 3.5 -3.5. ഇതാണ് ഇക്വേഷൻ. -3.5 മൈനസ് പ്ലസ്. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കുറയ്ക്കുക. അപ്പോൾ 3.5 മൈനസ് 3.5 3.5 മൈനസ് 3.5 എന്താ? സെയിം നമ്പറിൽ നിന്ന് നമ്പർ പോയി കഴിഞ്ഞാൽ 0. ഇതാണ് പേജ് നമ്പർ 100 വരുന്ന കുറച്ച് ചോദ്യങ്ങൾ. ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻസ് മറക്കാതിരിക്കുക. അപ്പോൾ കുറച്ചും കൂടിയും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇന്ന് നമ്മൾ 3 പേജിൽ വരുന്ന ചോദ്യങ്ങളാണ് ചെയ്തത്. നന്നായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.